പ്രവാചകൻ യഹൂദ സ്ത്രീയുടെ വിഷം കഴിച്ച് മരിച്ചുപോയി എന്നാണ് ഈ അടുത്ത് കുറച്ച് നാളൊക്കെയായി ഇസ്ലാമിക വിമർശകരും ക്രൈസ്തവരും ഉന്നയിക്കുന്ന ഒരു ആരോപണങ്ങൾ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ വാസ്തവത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ക്ലബ് ഹൗസുകളിലും ഒരുപാട് ഇസ്ലാമിക ഡിബേറ്റുകളിലൊക്കെ ക്രൈസ്തവർ യഹൂദ സ്ത്രീയുടെ വിഷം കഴിച്ച് പ്രവാചകൻ മരണപ്പെട്ടു പോയി. അപ്പോൾ അവർ ഉന്നയിക്കുന്ന കുറച്ച് വാദങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങളുടെ പ്രവാചകൻ അദ്ദേഹം ഒരുപാട് പ്രവൃത്തികൾ ചെയ്തത് മൂലം അദ്ദേഹം ഒരു ഖൈബർ യുദ്ധത്തിൽ യഹൂദ സ്ത്രീ ആടിൻ്റെ മാംസത്തിൽ വിഷം കൊടുക്കുകയും അദ്ദേഹം അത് കഴിക്കുകയും മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. എല്ലാവരെയും സംരക്ഷിക്കാൻ പറ്റിയ അള്ളാഹുവിന് എല്ലാം പ്രവചിച്ചു എന്ന് പറയുന്ന പ്രവാചകനും മാംസത്തിൽ വിഷം തിരിച്ചറിയാൻ പറ്റിയില്ലെന്നും അള്ളാഹു പ്രവാചകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരു കള്ളപ്രവാചകനായതുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാദങ്ങളൊക്കെ അവർ ഇറക്കുന്നുണ്ട്. അള്ളാഹുവിനെല്ലാം മുസ്ലിങ്ങൾ പറയുന്ന പോലെ എല്ലാം ഇറക്കിയും എല്ലാം സംരക്ഷിച്ചു എന്ന് പറയുന്ന അള്ളാഹുവിന് പ്രവാചകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും എല്ലാം പ്രവചിച്ചു എന്ന് മുസ്ലിങ്ങൾ പറയുന്ന പ്രവാചകന് വിഷം പ്രവചിക്കാൻ പറ്റിയില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ അവരിങ്ങനെ പടച്ചു വിടുന്നുണ്ട്. പ്രവാചകനെ പറ്റി ഒരു വ്യക്തി നമ്മൾ ആരായിക്കോട്ടെ ഒരു നുണ ഉണ്ടാക്കി പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹദീസിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, എനിക്കെതിരെ കള്ളം പറയരുത്. ആരെങ്കിലും എനിക്കെതിരെ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ പറയുന്നത് എല്ലാം അവർ പറയുന്നത് സത്യമാണെന്ന് കേൾക്കാതെ നമ്മുടെ സ്വന്തം വിവേകവും പഠനവും കൊണ്ട് നമ്മൾ നമ്മുടെ തെറ്റിദ്ധാരണയെ മാറ്റേണ്ടത് തന്നെയാണ്. ഇസ്ലാമിക വിമർശകരായിക്കോട്ടെ ക്രൈസ്തവരായിക്കോട്ടെ നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇസ്ലാമിനെ പറ്റി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ പറയും തക്കിയ പറയുന്നതാണ്, വെളുപ്പിക്കുന്നതാണ് എന്നൊക്കെ പറയും. പക്ഷെ പടച്ചവൻ അവർക്ക് നല്ലൊരു ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ആമീൻ. ഈ ഒരു സംഭവത്തിന് പ്രവാചകനെ വധിക്കാൻ ശ്രമിച്ച ക്രിസ്ത്യാനികളുടെയും അതുപോലെ തന്നെ ഒരുപാട് യഹൂദരായിട്ടുള്ള ആളുകളുടെയും ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയതായിട്ട് നമുക്ക് ഹദീസുകളും ഇസ്ലാമിക ചരിത്രങ്ങളിലൊക്കെ കാണാൻ കഴിയും. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്, വിത്ത് റെഫറൻസ് തെളിവോടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അലീമ സയ്യിദയുടെ കൂടെ ഒരു ശിശു ആയിരുന്നപ്പോൾ യഹൂദർ അവനെ കൊല്ലാൻ ശ്രമിച്ചതായി നാം കാണുന്നു. സുനൻ അബി ദാവൂദ് 3004. രണ്ടാമത്തെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അബൂജഹൽ പ്രവാചകനെ കൊല്ലാൻ പദ്ധതിയിട്ടെങ്കിലും മാലാഹമാർ ഇടപെട്ടപ്പോൾ അദ്ദേഹം ഓടിപ്പോവുകയും ഖുറൈശി ഗോത്രത്തിലുള്ള കുറച്ച് പേരൊക്കെ അദ്ദേഹത്തെ അബൂജഹലിനെ കളിയാക്കുകയും ചെയ്ത ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് അദ്ദേഹം വലിയൊരു കല്ലുമായി പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചതൊക്കെ ആയിട്ടുള്ള ഇസ്ലാമിക ചരിത്രങ്ങളും ഉണ്ട്. മക്കൻ ഗോത്രങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുന്നേ പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചതായിട്ടൊക്കെ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ അതിന് മുന്നേ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അപ്രത്യക്ഷനായി പോയ ചരിത്രങ്ങളാണ് പിന്നീട് പറയുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചിരുന്നപ്പോൾ പ്രവാചകൻ ഒരു വ്യക്തി കൊല്ലാൻ വരികയും പ്രവാചകനോട് ചോദിച്ചു, ഇനി നിന്നെ ആരാണ് രക്ഷിക്കുന്നത്, ഞാൻ നിന്നെ കൊല്ലാൻ പോകുകയാണ്. അപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, എന്നെ അള്ളാഹു രക്ഷിക്കുമെന്ന്. അപ്പോൾ തന്നെ ആ വ്യക്തി തൻ്റെ വാള് താഴെ ഇടുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തതായിട്ടുള്ള ഇസ്ലാമിക ചരിത്രങ്ങളുടെ ഒരു തെളിവുകൾ ഞാൻ താഴെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബനൂ നദീർ, നമുക്കറിയാം ബനൂ നദീറിൽ ഒരു വ്യക്തി പ്രവാചകൻ്റെ തലയിൽ പാറക്കല്ലെറിയാൻ ശ്രമിക്കുകയും ഇതിനെ പറ്റിയിട്ട് പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയും പ്രവാചകൻ്റെ അവരുടെ പദ്ധതി അതിൽ നിന്ന് പരാജയപ്പെട്ടു പോവുകയായിട്ടുള്ള തെളിവുകൾ ആണ് കൊടുത്തിരിക്കുന്നത്. പ്രവാചകനെ കൊല്ലാൻ ഒരുപാട് തവണ ഇതിനപ്പുറവും ഒരുപാട് തവണ ശ്രമിച്ചിട്ടും അതെല്ലാം പരാജയപ്പെട്ടു പോയ ചരിത്ര സംഭവങ്ങളും ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഹുസൈൻ താഴ്വാരയിൽ വെച്ച് പ്രവാചകന് നേരെ നടന്ന പരാജയപ്പെട്ട ആക്രമണം താൻ പ്രവാചകനാണ്, അതിൽ സത്യമൊന്നുമില്ല പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അവരുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത്. ഹുസൈൻ താഴ്വാരയിൽ വെച്ചിട്ട് ഒരു പറ്റം ശത്രുക്കൾ പ്രവാചകനെ കൊല്ലാൻ വലിയൊരു പദ്ധതി ഇടുകയും പ്രവാചകനെ കണ്ടുമുട്ടുകയും പ്രവാചകനെ കൊല്ലാൻ വന്നപ്പോഴത്തേക്കും താനൊരു പ്രവാചകനാണ്, അതിൽ വേറെ അസത്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ നടന്നു പോകുന്ന ഒരു സംഭവങ്ങളും തെളിവുകളിലാണ് കേട്ടത്. സഹീൽ ബുഖാരി കിതാബൽ മഗസീൽ 43:16. ഇത് നമ്മൾ നോക്കേണ്ടത് ഖൈബറിൽ വിഷം കലർത്തി, അതായത് ഖൈബർ യുദ്ധത്തിൽ പ്രവാചകൻ പോവുകയോ അവിടെ ജുമാ നമസ്കാരത്തിന് ശേഷം ഒരു യഹൂദ സ്ത്രീ ആടിൻ്റെ കാലിൻ്റെ ഒരു പീസിൽ വിഷം കലർത്തി പ്രവാചകനും
സഹാബികൾക്കും കൊടുക്കുകയും പ്രവാചകൻ അതിൽ നിന്ന് മരണപ്പെട്ടുവോ ആ വിഷത്തിൽ നിന്ന് അതിജീവിച്ചുവോ. അപ്പോൾ യഹൂദ സ്ത്രീ അവിടെ പറയുന്നുണ്ട്, താങ്കളൊരു പ്രവാചകനാണ് എന്നുണ്ടെങ്കിൽ താങ്കൾ രക്ഷപ്പെടുകയും താങ്കളൊരു കള്ളപ്രവാചകനാണെന്നുണ്ടെങ്കിൽ താങ്കളത് മരണപ്പെട്ടു പോവുകയും ചെയ്യുമെന്നുള്ളതൊക്കെ നമ്മൾ ഹദീസുകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ചപ്പോൾ സലാംബിയുടെ ഭാര്യ അൽ ഹാരിസിൻ്റെ മകൾ സൈനബ് മിഷ്കാം അവന് വേണ്ടി വറുത്ത ഒരു ആട്ടിൻകുട്ടിയെ തയ്യാറാക്കി. അവനത് ഏത് ജോയിൻ്റാണ്, അതായത് ആടിൻ്റെ ഏതൊരു പാർട്സാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ആദ്യം അന്വേഷിച്ചു. തോളാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ അതിൽ ധാരാളം വിഷമിട്ടു. ആട്ടിൻകുട്ടിയെ മുഴുവൻ വിഷം കൊടുത്തു. എന്നിട്ട് അവൾ അത് കൊണ്ടുവന്ന് അവൻ്റെ മുന്നിൽ വെച്ചു. അവൻ തോളിൽ പിടിച്ച് അതിൻ്റെ ഒരു കഷ്ണം ചവച്ചു. പക്ഷേ അവൻ അത് വിഴുങ്ങിയില്ല. ബിഷർ ബിൽ ബാര എന്നൊരു സഹാബി, അതായത് ബിഷർ റളിയല്ലാഹു ബിൽ ആര എന്ന് പറയുന്നൊരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. പ്രവാചകൻ ചെയ്തതുപോലെ അതിൽ നിന്ന് കുറച്ചെടുത്തു, പക്ഷെ അദ്ദേഹം അത് വിഴുങ്ങി. അതായത് പ്രവാചകന് കൂടെ ഉണ്ടായിരുന്ന ബിഷർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അത് വിഴുങ്ങുകയും അപ്പോസ്തലൻ അതായത് പ്രവാചകനെ തുപ്പുകയും ചെയ്തു. ഈ അസ്ഥി വിഷം കലർന്നതാണ് എന്ന് എന്നോട് പറയുന്നു. എന്നിട്ട് പ്രവാചകൻ സ്ത്രീയെ വിളിക്കുകയും അവൾ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ശരിയാണ്, ഞാൻ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട്, താങ്കളൊരു പ്രവാചകനാണെന്നുണ്ടെങ്കിൽ താങ്കൾ രക്ഷപ്പെടുമില്ലെന്നുണ്ടെങ്കിൽ താങ്കൾ മരണപ്പെടുകയും എന്നുള്ളതാണ് നമ്മൾ ഹദീസിൽ കാണുന്നത്. എന്നിട്ട് അവൾ മറുപടി പറഞ്ഞു, നീ എൻ്റെ ജനത്തോട് എന്താണ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അവൻ ഒരു രാജാവാണെങ്കിൽ അവൻ നിന്നെ ആശ്വസിപ്പിക്കും, അവനൊരു പ്രവാചകനാണെങ്കിൽ അവൻ അറിയിക്കുമെന്നുള്ളതാണ്. അങ്ങനെ പ്രവാചകൻ അവളെ ആ സ്ത്രീ മാനസാന്തരപ്പെട്ടപ്പോഴത്തേക്കും പ്രവാചകൻ അവളെ വിട്ടയക്കുകയാണ് ചെയ്തത്. ആ ബിഷർ കഴിച്ചത് കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടതായിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. പ്രവാചകന് കൂടെയുള്ള വ്യക്തി ബിഷർ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ആ ഒരു മാംസത്തിൻ്റെ ഭാഗം ഭക്ഷിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തതായിട്ട് ഉള്ള ഒരു നിങ്ങൾക്ക് നോക്കാനുണ്ടെങ്കിൽ ഞാൻ റെഫറൻസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സംഭവത്തെ പറ്റി അറിയാൻ കഴിയും. അതുപോലെ ഖൈബർ യുദ്ധത്തിലെ ഒരു യഹൂദ സ്ത്രീ സമ്മാനമായി നൽകിയ പ്രവാചകന്റെ കൂടെ വിശുദ്ധ ആടിൻ്റെ മാംസം ബിഷർ കഴിച്ചു. ബിഷർ മാംസത്തിൻ്റെ ഒരു കഷ്ണം വീങ്ങിയപ്പോൾ അവൻ ഇതുവരെ സ്ഥലത്ത് നിന്നും നീങ്ങിയിരുന്നില്ല. പെട്ടെന്ന് അവൻ്റെ മുഖത്തിൻ്റെ നിറം മാറി ഒരു ടൈലസിനെ പോലെയായി. അതൊരു വിവരണം കൊടുത്തിരിക്കുകയാണ്. കറുത്ത നിറമുള്ളൊരു തുണി, വേദന വളരെ കഠിനമായിരുന്നു. 1 വർഷം മുഴുവൻ പരസഹമില്ലാതെ കിടക്കയിൽ കിടക്കാൻ കഴിയാതെ ഒടുവിൽ ഈ വേദനജനകമായ അവസ്ഥയിൽ അദ്ദേഹം മരിച്ചു. വിഷം വളരെ മാരകമായിരുന്നുവെന്നും മാംസം കഴിച്ച് അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം മരണമടഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ സ്ഥലത്ത് നിന്ന് നീങ്ങിയിട്ടില്ലെന്നും മറ്റു വിവരണങ്ങളിലൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇബ്നു സഈദിൻ്റെ താബത്ത് അൽ കുബ്രയിൽ വോളിയം 3 പേജ് നമ്പർ 291 ആ ഒരു വിവരണത്തെ പറ്റിയിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അവർ പ്രവാചകൻ മരിച്ചു അല്ലെങ്കിൽ പ്രവാചകൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഖൈബർ എന്ന് പറയുന്ന ഒരു യുദ്ധത്തിന് ശേഷം 4 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു വിഷം കലർന്ന് മരിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ 4 വർഷം വരെ ഒരു വിഷത്തിൻ്റെ കാഠിന്യം നീണ്ടു നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ ആണ്. ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, തൻ്റെ അവസാന നാളുകളിലൊക്കെ ഈ ഒരു ഹദീസും വെച്ചിട്ടാണ് ഇസ്ലാമിക വിമർശകർ കുറേ പ്രവാചകന് രക്തസാക്ഷിയായിരുന്നു, പ്രവാചകനൊരു വിഷം കലർന്ന് മരിച്ചു എന്നൊക്കെ. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ പറയുന്നുണ്ട്, തിരുനബി ഇപ്പോഴും പറയുന്നത്, ഖൈബറിൽ ഞാൻ കഴിച്ചതിൻ്റെ ഫലം ഞാൻ ഇപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഇന്നും വിഷം എൻ്റെ ഉള്ളിനെ വല്ലാതെ ബാധിച്ച പോലെ തോന്നുന്നു. സഹീൽ ബുഖാരി കിതാബൽ മാഗസിയുടെ ഹദീസ് 5073 പറയുന്നതാണ്. അതായത് വിഷം കഴിച്ച എൻ്റെ ഉള്ളിനെ ബാധിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ഈ ഹദീസിൽ ചില മുസ്ലിങ്ങൾ, ഹദീസ് വ്യാഖ്യാതികളും പണ്ഡിതന്മാരും വിഷത്തിൻ്റെ ആഘാതം മൂലമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതെന്ന് അനുഭവിച്ചിട്ടുണ്ട്. ഇക്കാരണത്താൽ പ്രവാചകൻ ഒരു രക്തസാക്ഷിയായി കണക്കാക്കണമെന്ന് അവരിൽ ചിലർ വിശദീകരിക്കുന്നു. എന്നാൽ ഈ വീക്ഷണത്തെ പിന്തുണയ്ക്കുന്നു. ഈ വിവരണത്തിൽ പ്രവാചകൻ തനിക്ക് അനുഭവപ്പെട്ടൊരു വേദനയെ ലളിതമായി പ്രകടിപ്പിക്കുകയാണ്. കാരണം ഈ ഖൈബർ എന്ന് പറയുന്ന യുദ്ധത്തിന് ശേഷം പ്രവാചകൻ വഫാത്താകുന്നത് 4 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിഷം കൊണ്ടാണ് മരണപ്പെട്ടത് എന്നുള്ളതെല്ലാം ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സംഭവത്തെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഹദീസിൽ പ്രവാചകനിൽ നിന്ന് കാണാം. മാംസത്തിൽ വിഷം കലർത്തിയതാണെന്ന് അറിയാമായിരുന്ന തിരുനബി തൻ്റെ സഹാബികൾ അത് ഭക്ഷിക്കുന്നതിൽ നിന്ന് തടഞ്ഞുവെന്നും എഴുതിയിട്ടുണ്ട്. അതിന് ഉത്തരവാദിയായ സ്ത്രീയെ വിളിച്ച് പ്രവാചകൻ ചോദിച്ചപ്പോൾ പ്രവാചകൻ യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രവാചകനാണെങ്കിൽ അവൻ രക്ഷപ്പെടുമെന്ന് അറിയാൻ വിഷം ചേർത്തു, അല്ലെങ്കിൽ അവർ അവനെ ഒഴിവാക്കും. പ്രവാചകൻ അതിജീവിച്ചു എന്ന സത്യം യഹൂദർ പോലും സമ്മതിക്കുന്നു.
ഉപയോഗിച്ച വിഷം വളരെ മാരകമായിരുന്നു. എന്നിട്ടും പ്രവാചകൻ രക്ഷപ്പെട്ടു. വാസ്തവത്തിൽ ചില വിവരണങ്ങൾ അനുസരിച്ച് ഈ സ്ത്രീ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചതായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും പ്രവാചകൻ രക്ഷപ്പെട്ടുവെന്ന് ജൂതന്മാർ സമ്മതിക്കുകയും അതൊരു അത്ഭുതമായി കണക്കാക്കുകയും ചെയ്തു. അതിനാൽ വിഷത്തിൻ്റെ ആഘാതം മൂലമാണ് പ്രവാചകൻ വഫാത്തായതെന്ന വാദം തീർത്തും തെറ്റാണ്. വെള്ളിയാഴ്ച പ്രഭാഷണം 29 നവംബർ അൽ-ഹക്കം ലക്കം 93 പേജ് നമ്പർ 18 ഒരു വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ ആ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടും പ്രവാചകന് കൂടെ ഉണ്ടായിരുന്ന സഹാബി ബിഷാർ മരണപ്പെട്ടതായിട്ടും ആ സ്ത്രീ പിന്നീടുള്ള മറ്റു വിവരണങ്ങൾ അനുസരിച്ച് ആ സ്ത്രീ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും യഹൂദർക്ക് ഇതൊരു അത്ഭുതകരമായി തോന്നി എന്നും പ്രവാചകൻ അതിൽ രക്ഷപ്പെട്ടു എന്നും പ്രവാചകൻ അതൊരു യഥാർത്ഥ പ്രവാചകനാണെന്നും അദ്ദേഹത്തിന് അവർക്ക് തോന്നിയ സംഭവ വിവരണങ്ങളൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഇനി പ്രവാചകനെ സംരക്ഷിക്കും അല്ലെങ്കിൽ രക്ഷിക്കും എന്നുള്ള ഖുർആനിലെ അള്ളാഹു പറയുന്ന മറ്റൊരു വാക്യം കൂടെ ഉണ്ട്. അള്ളാഹു നിങ്ങളെ മനുഷ്യരിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് സൂറത്തുൽ മാഇദ അധ്യായം 5:68 അള്ളാഹു നമ്മളോട് പ്രവാചകൻ്റെ മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അള്ളാഹു തീർച്ചയായും സംരക്ഷിക്കും എന്ന് വളരെ വിശദമായിട്ട് തന്നെ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ആ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പ്രവാചകനെ അതിജീവിക്കുകയും അതിനുശേഷം കുറേ നാൾക്ക് ശേഷം താങ്കൾക്ക് അതിൻ്റെ വേദന അസഹ്യമായി തോന്നിയതുപോലെ ബാധിച്ചതുപോലെ തോന്നുകയും താങ്കൾ പനി മൂലമാണ് മരണപ്പെട്ടത്, പ്രവാചകൻ വഫാത്തായതെന്നുള്ള ഇസ്ലാമിക ചരിത്രങ്ങളുണ്ട്. കഠിനമായ പനി മൂലം പ്രവാചകൻ വഫാത്താവുകയും അതൊരിക്കലും വിഷത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഖൈബർ എന്ന് പറയുന്ന യുദ്ധം നടന്നിട്ട് പ്രവാചകൻ്റെ മരണവുമായിട്ട് അതിനിടയിൽ ഇയർ ഓഫ് ഗ്യാപ്പ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷത്തിൻ്റെ അത്രയും നാൾ വരെ നീണ്ടു നിൽക്കുക ഇമ്പോസിബിൾ. എന്നാലും അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയ വേദന വിഷം തൻ്റെ ഉള്ളിൽ വല്ലാതെ ബാധിച്ചു എന്ന് തോന്നുന്നതായിട്ടാണ് ഹദീസുകളിൽ പറയുന്നത്. മാത്രമല്ല വിഷം കടിച്ച് ബിഷാർ മരണപ്പെട്ട സംഭവവും ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. അപ്പോൾ പ്രവാചകന് തൊട്ടടുത്തുണ്ടായിരുന്ന സഹാബിയായ ബിഷാർ വിഷം കഴിച്ച അദ്ദേഹം പിന്നീട് വിഷത്തിലെ കാഠിന്യം മൂലം 1 വർഷത്തിനുള്ളിൽ മരണപ്പെടുകയോ തൂങ്ങി മരിക്കുകയോ ചെയ്തതായിട്ടുള്ള ഇസ്ലാമിക ചരിത്രങ്ങളുണ്ട്. പിന്നീട് യഹൂദ സ്ത്രീ ഇസ്ലാം മതം സ്വീകരിക്കുകയും യഹൂദർക്ക് പ്രവാചകൻ രക്ഷപ്പെട്ടത് അത്ഭുതമായി തോന്നുകയും ചെയ്തതായിട്ടുള്ള മറ്റു ഇസ്ലാമിക പ്രമാണങ്ങളും ഉള്ളതാണ്.